ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പാലൂർ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഇതാണ് മാജിക് വാട്ടർ ബുക്ക്. നമുക്ക് റീയൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പുതിയത് എടുക്കാം, കാരണം നമുക്ക് ലാസ്റ്റ് ഇതിലിപ്പോൾ എത്ര പേജ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിത്രങ്ങളിൽ നമുക്കതാ ഫസ്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്താൽ കേട്ടോ. ആ കുഴപ്പമില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതുണ്ടാവും അതിൻ്റെ പിക്ചർ. ഈ രണ്ട് ഡൈനോസർ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ഡൈനോ ഉണ്ട്, ഒരു ഡൈനോ ഉണ്ട്. നമ്മൾ ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഫസ്റ്റ് അത്ര പിക്ചേഴ്സ് ഇതിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. യൂസ് വാട്ടർ പെൻ എങ്ങനെയാണ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ സാധനമല്ലേ അത് കാണിച്ചത് ഇങ്ങനെ തിരിക്കയിൽ വെള്ളം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിക്കുക. ഇതിന് വെറും 60 രൂപ ഉള്ളൂ ഒക്കെ ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്ത് വെള്ളം ഉണ്ടായി. ഇങ്ങനെ അതിൽ വെള്ളം നിറയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ചെയ്യാം, തിരിക്കുക. അപ്പം നമ്മുടെ ഈ നിപ്പിൽ വാട്ടർ വരും. ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് വെറുതെ തട്ടിച്ച് കണ്ട ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഇതിക്ക് വെച്ച് നോക്കാം കേട്ടോ. ഈ ബോർഡിൽ വെള്ളം വീഴുന്നത്, ആ വെള്ളം വീഴുമ്പോൾ ആ കളർ കാണും. കണ്ടോ, ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാം കേട്ടോ. ഇത് പെണ്ണിലാണ് നല്ല ഭംഗിയായിട്ട് വരിക. നമുക്ക് എത്ര പിക്ചേഴ്സിൽ ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ, ലെറ്റ്സ് ഫൈൻഡ് അതിലുണ്ടാവും. ഇതിൻ്റെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷൻസും ഉണ്ട് കേട്ടോ. യൂസ് വാട്ടർ പെൻ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കളർ കൊടുക്കുക. എന്നിട്ട് ഡിസിപ്പിയർ ആവും എന്ന് പറഞ്ഞാൽ കാണാതെ പോകും. ഇതുപോലെ കണ്ടോ. അപ്പോൾ ഞാൻ എത്ര നേരം യൂസ് ചെയ്ത് ഒക്കെ കാണാൻ പോയി. കുറച്ച് ഞാൻ നമുക്കിതെല്ലാം പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റത്തെ പിക്ചർ തന്നെ ഒരു ഡൈനോൻ്റെ പിക്ചർ കേട്ടോ. സെക്കൻഡത്തെ പിക്ചർ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. ഒരു ഡൈനോസർ ഇവിടെ ഉണ്ട്, ഒരു ഡൈനോ ഇവിടെ ഉണ്ട്. പക്ഷെ മറ്റു ഡൈനോനെ കാണില്ല. മറ്റു ഡൈനോ നമുക്ക് വെള്ളം തളിച്ചതാക്കണം. ഞാൻ ഇപ്പം ഒന്നും ചെയ്യാം. അപ്പോൾ ഇത് തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഒരു പിക്ചർ ഇവിടെ ഉണ്ട്, 2, 3. ഇതിൽ റെയിൻബോ ഒക്കെ ഉണ്ട് കേട്ടോ. 3, 4 പിക്ചേഴ്സാണ് വരുന്നത്. പക്ഷെ നമുക്കത് റീയൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെയാണ് ഞാനൊന്ന് ഈ പിക്ചർ മൊത്തം യൂസ് ചെയ്ത് കാണിച്ചാൽ എങ്ങനെയാണ് യൂസ് ആവാൻ. ഇത് കണ്ടോ, അവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതൊക്കെ ഉണങ്ങാണ്ട് നമുക്ക് അപ്പോഴേക്കും ഇതെടുക്കാം. ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങിച്ചിട്ട് എൻ്റെ കൗതുകം കാരണം ഫസ്റ്റ് ഇത് മൊത്തം ചെയ്തു. ഞാൻ ഈ ഒരു പേജ് മൊത്തം ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓർമ്മ വന്ന് ഷടാതെ വീഡിയോ എടുക്കണമല്ലോ വെച്ചിട്ട് ഞാൻ ഓടി വന്നു. അമ്മയ്ക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അത്ര എനിക്കിത് ഭയങ്കര ഇഷ്ടമായത്. വെറും 60 റുപ്പീസാണ് വരിക. ഇതിന് എത്രയാണ്? ഇതിന് 60 ആണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ്. ഞാൻ മൊത്തം കളർ ചെയ്യാം. അതിൽ നമ്മൾ ഊതിക്കന് വേഗം പോട്ടു. ഇവിടെ ചെറുതായിട്ട് ഉണങ്ങി കട്ടിങ്. ഞാൻ ഇവിടെ നിന്ന് പെയിൻറ്റ് ചെയ്യട്ടെ. ഞാനും അഭിരാമിയൊക്കെ കൂടിയിട്ടാണ് ഇതിന് പോയത്. പൂരത്തിന് നമ്മൾ നാളെയും പോകും. അവിടുത്തെ ഇങ്ങനെ ഒരു ഗുണ്ട് പൊട്ടുമ്പോൾ ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് പേടിയാണ്. നാളെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കണ്ടോ, അതൊക്കെ അമ്മയ്ക്ക് ചെയ്യണോ? അമ്മയ്ക്ക് ചെയ്യണം. അമ്മ തൊട്ട മൊത്തം പണിയാണ്. രസമുണ്ടോ? നമുക്ക് ഒന്ന് കൈകൊണ്ട് ചെയ്ത് നോക്കാം. ഹലോ ഗീസ്, അപ്പം നമുക്ക് കൈകൊണ്ട് ചെയ്യാവേ. നമുക്ക് പക്ഷെ ഇത് മറ്റേ വാട്ടർ പെണ്ണിൻ്റെ അത്ര വരില്ല കേട്ടോ. ഒരു വാട്ടർ പെണ്ണുകൊണ്ട് ചെയ്യുമ്പോഴാണൊരു സുഖം എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ശരിക്കും വെള്ളമാണ് വരണത്. ഞാൻ ഫസ്റ്റ് ആ കടക്കാരൻ പറഞ്ഞതിൽ വെള്ളം ഉണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ പേടിച്ചു. ഇത് 2-3 പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും ഇത് വേഗം ഇതായി പോവില്ലേ വെള്ളം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി മാത്രമായിരിക്കും വെള്ളം, നമുക്ക് സാധാ വെള്ളം യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് വാങ്ങി നോക്കി എന്തൊക്കെയാണ് ഉണ്ടാവുക, നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വാങ്ങി. പക്ഷെ വാങ്ങിയപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറച്ച് നമുക്കിങ്ങനെ വരയ്ക്കാൻ പിന്നെ
കുറച്ച് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഈ വാട്ടറുള്ള ഭാഗത്ത് സ്പ്രെഡ് ആവും. പക്ഷെ മുന്നിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഡൈനോ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഡൈനോ കണ്ടുപിടിച്ചു. പക്ഷെ ഇതിലിങ്ങനെ ആക്കിയാലും തുടച്ചാൽ പോകും. നല്ലൊരു ക്വാളിറ്റിയാട്ടോ. നമുക്കത് റീയൂസ് ചെയ്യാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത് വേഗം ഉണങ്ങിപ്പോവും. നമുക്ക് വേഗം ചെയ്യാം. പക്ഷെ എനിക്ക് ഈ എയർ ബാൻഡൊക്കെ ഭയങ്കര ഇഷ്ടമായി. നമുക്കത് വേഗം മൊത്തം ചെയ്തിട്ട് കുറച്ച് നേരം എടുക്കും. പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇത് നല്ല സാധനം കേട്ടോ. അവർക്ക് ഇങ്ങനെ വല്ല ബഹളമൊക്കെ പിടിക്കുമ്പോൾ ഇത് കൊടുത്താൽ മതി. ഒരു ഇങ്ങനെ ഒതുങ്ങി ചെയ്തോളൂ. എനിക്കൊരു ഇഷ്ടമായി. വലിയ കുട്ടികൾക്ക് ഞാൻ 5ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടിയാണ്. നമുക്ക് വേഗം മൊത്തം ചെയ്തിട്ട് എത്ര ഹാർഡേ കൊടുത്താലും അങ്ങനൊന്നും പോവില്ല കേട്ടോ. നല്ല ഞാൻ നല്ല സ്പീഡ് കൊടുക്കുന്നത്. എണ്ണൊക്കെ കൊടുത്തപ്പോൾ വാവുന്ന പറഞ്ഞു. ഇത് മൊത്തം ചെയ്യട്ടെ. നമ്മൾ രണ്ടാമത്തെ ഡൈനോനെ കണ്ടുപിടിച്ചു. ഡൈനോനെയും കണ്ടുപിടിച്ചു. ഓ കഴിയാറേ. ഇതിങ്ങനെ വേഗം ഇല്ലാതെ ആവണ പോലെ തോന്നില്ലേ? എനിക്ക് തോന്നുന്നു അതിങ്ങനെ ടച്ചപ്പ് ചെയ്യട്ടെ. ഈ വെള്ളം കാരണം ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലേ? ഞാൻ തുടക്കട്ടെ. അതുകൂടെ വായി അപ്പല്ലേ നിങ്ങളിതെല്ലാം വായിച്ചു. നമുക്കിതുപോലെ റീയൂസ് ചെയ്യാട്ടോ. അത് കുറച്ച് നേരം ഉണങ്ങും. ഒക്കെ വേറെ കാര്യം. ഇതിവിടെ ഉണ്ട്. ഇതിവിടെ നനവില്ല കേട്ടോ. ഒന്നുമില്ല കേട്ടോ. അല്ലേ? അപ്പോൾ അറിവുന്നില്ല. എനിക്ക് ഈ ഡ്രോയിങ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നാളെ നമ്മൾ പൂരം ചെയ്യാൻ പോകും. പൂരത്തിന് പോകും. അപ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കാണാം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കരുത് പ്ലീസ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണും. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുന്ന ഈ ഒരു സബ്സ്ക്രൈബറും അവിടെ ലൈക്കും ഉണ്ട്. പിന്നെ അവിടെ ഒന്ന് ബെല്ലൈക്കൺ. അങ്ങനെ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. ടാറ്റാ.